പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 3 ചൊവ്വ. എഫേസ്യർ ലേഖനം 2 അധ്യായം 4-5 വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. വലിയ നോമ്പിൻ്റെ 16-ാമത്തെ ദിവസമാണല്ലോ ഇന്ന്. ഇന്നത്തെ വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ രക്ഷ നമ്മുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കരുണയാലാണ് എന്ന സത്യമാണ്. നാം നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ നമ്മുടെ പരാജയങ്ങളും ദൗർബല്യങ്ങളും മാത്രം കാണുന്നു. എന്നാൽ ദൈവം നമ്മെ നോക്കുന്നത് മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നാണ്. കാരണം അവൻ കരുണയിൽ ദരിദ്രനായവനല്ല, കരുണയിൽ സമ്പന്നനാണ്. നാം പാപത്തിൽ വീഴുമ്പോഴും അവൻ നമ്മെ ഉപേക്ഷിക്കുന്നില്ല. നാം തെറ്റ് ചെയ്യുമ്പോഴും അവൻ നമ്മെ തള്ളിക്കളയുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, മരിച്ചിരുന്ന എന്ന വാക്ക്. കാരണം പാപം ഒരു ചെറിയ തെറ്റു മാത്രമല്ല, അത് ആത്മീയ മരണമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. ദൈവവുമായുള്ള ബന്ധം തകരുമ്പോൾ മനുഷ്യൻ ആത്മീയമായി മരിച്ചവനായി മാറുന്നു. സിൻ ഈസ് നോട്ട് വീക്ക്നെസ് എലോൺ, ഇറ്റ് ഈസ് സ്പിരിച്വൽ ഡെത്ത്. മരിച്ച ഒരു അനുഭവത്തിലേക്ക് പാപത്തിൻ്റെ അനന്തരമായി നമ്മെ നയിക്കുന്നു. എന്നാൽ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അത് മറ്റൊന്നുമല്ല, മരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തുന്നവനാണ് എന്നത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആ ദൈവം നമ്മെ ഉയർത്തും, ജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും എന്ന് ആ ഒരു പ്രത്യാശയാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടതായ ഒരു സത്യം, ദൈവം നമുക്ക് ജീവൻ നൽകുന്നു. അത് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവനുള്ളവരാക്കി എന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ ജീവിതം ക്രിസ്തുവിനോടുള്ളതായ ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും ദാനവും നോമ്പും എല്ലാം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്ക് നമ്മെ കൂടുതൽ നയിക്കുകയാണ്. അതുകൊണ്ട് വലിയ നോമ്പിൽ നാം പാപം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറേണ്ടതുണ്ട്. വേദഭാഗത്തിൽ പറയുന്നു, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കുള്ളതായ രക്ഷ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മിൽ കരുണ ചെയ്യുന്നു, ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുന്നു എന്നത് നമുക്ക് അഹങ്കാരിക്കാനായിട്ട് ഒന്നുമില്ല എന്നതായ കാര്യമാണ്. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളൊന്നുമല്ല നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ദൈവം നമ്മോടൊന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ കൃപ അതനുഭവിക്കുക. ദൈവത്തിൻ്റെ കൃപ വലിയതാണ്. അത് നമ്മുടെ പാപത്തേക്കാൾ വലിയതാണ് എന്നതായൊരു ചിന്തയും നമുക്ക് പകർന്നു തരിക. ഇന്ന് നമ്മുടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൃപയുടെ അത്ഭുതം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഓരോ നിമിഷവും ആ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇന്ന് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കണം, കുറ്റബോധത്തിലല്ല, കൃപയിൽ ഞാൻ ജീവിക്കും. ഭയത്തിലല്ല, വിശ്വാസത്തിൽ ഞാൻ നടക്കും. പഴയ മനുഷ്യനെയല്ല, ക്രിസ്തുവിനോടുകൂടെ പുതിയ ജീവിതത്തെ ഞാൻ സ്വീകരിക്കും. കരുണയിൽ സമ്പന്നനായ ദൈവം
ഇന്ന് നമ്മെ മകനെ, മകളെ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് നമ്മെ പറഞ്ഞ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ വലിയ നോമ്പിൻ്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടമായി മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു യാത്രയായി മാറട്ടെ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, പാപങ്ങളിൽ മരിച്ചിരുന്നായ ഞങ്ങളെ ക്രിസ്തുവിനോട് ജീവനുള്ളവരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ കൃപയെ വിലമതിച്ച് ജീവിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഈ വലിയ നോമ്പിൽ ഞങ്ങളുടെ ജീവിതം പുതുക്കി നിന്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.